ട്രംപിന്റെ പകരം തീരുവ ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു. ബുധനാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 9:30-ക്കാണ് പുതിയ നിരക്ക് നിലവിൽ വന്നത്. ഇന്ത്യക്കെതിരെ 26% തീരുവയാണ് ചുമത്തിയിരിക്കുന്നത്. അതിനിടെ 70 രാജ്യങ്ങൾ ചർച്ചയ്ക്കായി സമീപിച്ചിട്ടുണ്ടെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. ജപ്പാനുമായും ദക്ഷിണ കൊറിയയുമായും ആദ്യഘട്ടത്തിൽ ചർച്ച നടത്തുമെന്നും വൈറ്റ് ഹൗസ് അറിയിച്ചു. ചൈനയും യുഎസും തമ്മിൽ തീരുവ യുദ്ധമാണ് നടത്തുന്നത്. ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ 104%-ആക്കിയാണ് യുഎസ് ഉയർത്തിയത്. ചില ഉൽപ്പന്നങ്ങൾക്കത് 125% വരെ തീരുവ വരും. യുഎസിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് 34% തീരുവ ചുമത്താനുള്ള ചൈനയുടെ തീരുമാനമാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. 24 മണിക്കൂറിനുള്ളിൽ തീരുവ പിൻവലിക്കണമെന്ന് ട്രംപ് ഭീഷണി മുഴക്കുകയും ചെയ്തു. മുമ്പ് 20% തീരുവയാണ് ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് യുഎസ് ചുമത്തിയിരുന്നത്. പുതിയ പകരം തീരുവ 34%, അങ്ങനെ മൊത്തം 54% തീരുവ. ഇതിനൊപ്പം 50% തീരുവ കൂടി യുഎസ് ചുമത്തി. ഇതോടെയാണ് തീരുവ 104%-ആയി ഉയർന്നത്. ഇത് ഏകപക്ഷീയമായ ഭീഷണിയാണെന്നാണ് യുഎസിൻ്റെ നീക്കത്തോട് ചൈന പ്രതികരിച്ചത്. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നൊരു പ്രയോഗമുണ്ട്. ഇന്ത്യ യുഎസിൻ്റെ ശത്രുവല്ല. എന്നാൽ പുതിയ താരിഫ് നയം ഇന്ത്യയെ അതൃപ്തമാക്കിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ജനങ്ങളുള്ള 2 രാജ്യങ്ങളും അയൽക്കാരുമായ ഇന്ത്യയും ചൈനയുമായി അത്ര നല്ല ബന്ധമല്ല ഉള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നുണ്ട്. യുഎസിൽ മോദി നൽകിയ ഒരു അഭിമുഖത്തിൽ ചൈനയുമായി സൗഹൃദത്തിൽ പോകേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയിരുന്നു. യുഎസിൻ്റെ പകരം തീരുവ ആഘാതത്തിന് പിന്നാലെ ഇന്ത്യയുമായി ചൈന അടുക്കാൻ ശ്രമിക്കുന്നു എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. യുഎസുമായുള്ള താരിഫ് യുദ്ധം തുടരുന്നതിനിടയിലാണ് ചൈന പ്രാദേശിക എതിരാളിയായ ഇന്ത്യയുമായി സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഏപ്രിൽ 8-ന് ഇന്ത്യയിലെ ചൈനീസ് എംബസി യുഎസ് താരിഫുകൾക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. ട്രംപ് നിരവധി രാജ്യങ്ങൾക്ക് മേൽ പുതിയ താരിഫ് ചുമത്തിയതിന് പിന്നാലെയായിരുന്നു എംബസിയുടെ പ്രതികരണം. ചൈനീസ് എംബസി വക്താവ് യൂജിങ് ആണ് എക്സ് പ്ലാറ്റ്ഫോമിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഐക്യം ഉണ്ടാകേണ്ടതിനെക്കുറിച്ച് പ്രതികരിച്ചത്. പരസ്പരം പ്രയോജനവും അംഗീകരിക്കലും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സാമ്പത്തിക വാണിജ്യ ബന്ധം. യുഎസിൻ്റെ തീരുവ ചൂഷണം നേരിടുകയാണ്. ഈ സാഹചര്യത്തിൽ 2 വലിയ വികസ്വര രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് പ്രതിസന്ധി തരണം ചെയ്യണം. ചൈനീസ് എംബസി വക്താവ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ചൈനയുടെ നീക്കത്തെ പോസിറ്റീവായാണ് നിരീക്ഷകർ കാണുന്നത്. ലോകത്തെ വളർന്നുവരുന്ന വൻ സാമ്പത്തിക ശക്തികളായ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഭിന്നതകൾ പരിഹരിക്കുന്നത് മേഖലയിൽ വലിയ മാറ്റത്തിന് കാരണമാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതിനിടെ പകരം തീരുവയ്ക്ക് പിന്നാലെ അമേരിക്കയിൽ വലിയ തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ഓഹരി വിപണി വീണ്ടും താഴേക്ക് പതിച്ചു. ഡൗ ജോൺസ് സൂചിക 320 പോയിന്റ് കുറവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നാസ്ഡാക്ക് സൂചിക 335 പോയിന്റിൻ്റെ കുറവിലാണ് ക്ലോസ് ചെയ്തത്. R&P 500 സൂചികയിൽ 80 പോയിന്റിൻ്റെ ഇടിവുണ്ടായി. ട്രംപിൻ്റെ ആഗോള തീരുവ നടപടികളിൽ നിക്ഷേപകരുടെ ആശങ്ക തുടരുകയാണെന്നാണ് ഇത് നൽകുന്ന സൂചന.